ഹായ് ഓൾ. ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ എടുത്ത ഉറച്ചൊരു തീരുമാനമാണ് എൻ്റെ PSC സ്റ്റഡി റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ഈ ഒരു റീസ്റ്റാർട്ടിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് എൻ്റെ ഒരു സ്റ്റഡി ടേബിളിനെ ഒന്ന് സെറ്റ് ചെയ്യുക, എനിക്ക് വേണ്ടി എൻ്റെ ഈ ഒരു റീസ്റ്റാർട്ട് ജേണിക്ക് വേണ്ടി ഒരു ന്യൂ സ്റ്റഡി സ്പേസ് ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ജോലി. ഞാൻ PSC പഠിക്കാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു സ്റ്റഡി ടേബിൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതേ സ്റ്റഡി ടേബിൾ തന്നെയാണ്, പക്ഷേ എങ്കിലും അതിൽ കുറച്ചുകൂടിയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റും പൊസിഷനും ഒക്കെ ഒന്ന് മാറ്റിയാണ് ഞാനിനി എൻ്റെ ഒരു ന്യൂ സ്റ്റഡി സ്പേസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. മുൻപ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതുകൊണ്ട് തന്നെ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് നോട്ട്സ്, ചില റാങ്ക് ഫയലുകൾ, അല്ലാതെ പ്രിൻ്റ് എടുത്ത കുറച്ച് നോട്ടുകൾ, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ നോട്ട്സുകൾ, കുറച്ച് SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അങ്ങനെയുള്ള കുറേ റിസോഴ്സുകളൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി തന്നെ ഉണ്ട്. അതുകൂടാതെ പുതുതായിട്ട് ഞാൻ കളക്ട് ചെയ്ത കുറച്ച് റിസോഴ്സും കൂടെ ചേർത്തിട്ടാണ് മൊത്തത്തിൽ ഇനി ഞാൻ എൻ്റെ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടി എൻ്റെ റിസോഴ്സുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോട്ട്സ് എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു പഠന രീതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയുള്ള എക്സാമിന് വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേണ്ട നോട്ട് ബുക്സും ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ റാൻഡമായിട്ട് എനിക്ക് കിട്ടിയ കുറേ നോട്ട്സുകളൊക്കെ, പ്രിൻ്റ് ഔട്ടുകൾ, ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ, അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് അത് ഞാനിപ്പോൾ 2 ഫയൽസിലായിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സിലബസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ 2-3 ഫയലുകളിലാക്കി അങ്ങനെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള നോട്ട്സുകളാണ് എനിക്ക് പഠിക്കാൻ കൂടുതലിഷ്ടം. അതുകൊണ്ട് തന്നെ കുറേ കളർ പെൻസ്, ക്രയോൺസ്, അങ്ങനെ അതുപോലെ തന്നെ ഹൈലൈറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ നോട്ട്സിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം അങ്ങനെ കളർഫുള്ളായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ കരുതുന്നുണ്ട്. എനിക്ക് നോട്ട്സ് എഴുതുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനും അതുപോലെ തന്നെ കുറച്ച് ഡയഗ്രാംസൊക്കെ വരച്ച് പഠിക്കാനും കുറച്ചുകൂടി എൻ്റെ നോട്ട്സിനെയൊക്കെ അട്രാക്റ്റീവ് ആക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കലണ്ടർ, ടൈം ടേബിൾ എഴുതി പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ള ബോർഡ്, ദെൻ ടൈം ടേബിൾ എഴുതിയ കാർഡുകൾ, ഫ്ലാഷ് കാർഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. കാരണം എനിക്ക് ലേണിംഗ് എയ്ഡ്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അതൊക്കെ. എൻ്റെ ഈ ഒരു സ്റ്റഡി സ്പേസിലേക്ക് പുതുതായിട്ട് വന്ന ഒരാളെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരാൾ തന്നൊരു ഗിഫ്റ്റാണ്. സോ ഞാൻ അതും വയ്ക്കുന്നുണ്ട് എൻ്റെ ഒരു സ്റ്റഡി സ്പേസിൽ. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി വെളിച്ചവും എയറേഷനും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് ഞാൻ മാറ്റിയിട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുള്ളതും ഏറ്റവും വേഗത്തിൽ ആക്സസിബിൾ ആവേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. സോ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റഡി ടേബിൾ തന്നെ ഒരുപാട് കുന്നുകൂടി ക്ലൗഡി ആയിട്ട് ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡീഷണലായിട്ട് മറ്റ് ബുക്സൊക്കെ അടുക്കി വേറൊരു ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെയാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി സ്പേസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റഡി സ്പേസിലാണ് ഇനി മുതൽ എൻ്റെ ആ ഒരു റീസ്റ്റാർട്ട് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റഡി സ്പേസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ ആഗ്രഹമാണ് ഇതിലിരുന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പഠിക്കാൻ സാധിക്കണം, ഇതിലുള്ള റിസോഴ്സുകളെല്ലാം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കണം, എത്രയും വേഗം തന്നെ സക്സസ് എത്താനും സാധിക്കണം. അതൊക്കെ നടക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.